എങ്ങനെ ചിരിക്കാതിരിക്കുമെന്ന് പറ. പ്രധാനമന്ത്രിയാകാൻ നടക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധി സാറിനും അദ്ദേഹത്തിൻ്റെ അമ്മയായിട്ടുള്ള ശ്രീമതി സോണിയാഗാന്ധി മാഡത്തിനും ഇതൊന്നും അറിയത്തില്ലേ? അതായത് ആ വന്ദേമാതരം ആലപിച്ചുകൊണ്ടിരുന്നപ്പോഴേ അതവിടെ തടസ്സപ്പെടുത്തിയിരുന്നെങ്കിൽ, അതായത് അവിടെ വന്ദേമാതരം പൂർണ്ണമായിട്ടും പാടാതെ ഇടയ്ക്ക് വെച്ച് നിർത്തിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഇവർ ഈ ആംഗ്യം കാണിച്ചിട്ടേ നിർത്തിയിരുന്നെങ്കിൽ ഇവർക്ക് ശിക്ഷ കിട്ടിയേനെ, 3 വർഷം തടവ് ശിക്ഷ കിട്ടിയേനെ. ഇതൊന്നും അറിയത്തില്ലേ? അതായത് അങ്ങനെ ഒരു ബില്ല് പാസ്സായതൊന്നും അറിയത്തില്ലേ ഇവർക്ക്? അതായത് വന്ദേമാതരം എന്നുള്ളത് ദേശീയ ഗീതമാണല്ലോ. നമ്മുടെ ദേശീയ ഗാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനഗണമനയ്ക്കുള്ള അതേ പരിരക്ഷ ഇപ്പോൾ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേമാതരത്തിന് കൊടുത്തിരിക്കുകയാണ്. അത് ഇവർക്ക് അറിയത്തില്ലേ? പിടികിട്ടിയോ? ജനഗണമന പാടുമ്പോഴത്തേക്ക് നമ്മൾ എത്ര ബഹുമാനപൂർവ്വമാണോ നിൽക്കുന്നത്, അതുപോലെ തന്നെ വന്ദേമാതരം ആലപിക്കുമ്പോഴും നമ്മൾ നിൽക്കണം, അതേ ബഹുമാനം കൊടുക്കണം. പക്ഷെ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന പോലെ ഇത് നിർബന്ധമായിട്ട് പാടണം എന്നൊന്നും പറയുന്നില്ല. പക്ഷെ പാടുവാണെന്നുണ്ടെങ്കിൽ മുഴുവനായും പാടണം. അല്ലാതെ തുടക്കത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രം പാടി അവസാനിപ്പിക്കാൻ പറ്റില്ല. ACC ആസ്ഥാനത്ത് വന്ദേമാതരം ആലപിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു, ഇത് ആലപിക്കുവാണെങ്കിൽ പൂർണ്ണമായിട്ടും ആലപിക്കണമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് അവർ കൃത്യമായിട്ട് ആലപിച്ചു. പക്ഷേ എന്തുകൊണ്ടോ ഇവർക്കറിയാൻ മേലാതായി പോയതുകൊണ്ടാണോ ഇവർ ഈ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ശരിക്കും പറഞ്ഞാൽ ഇവർ സഭയിൽ പോകുന്നത് വെറും ബഹളം വെക്കാൻ വേണ്ടി മാത്രമാണെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അവിടെ ഒരു ബില്ല് പാസ്സാവുന്നു, ആ ബില്ലിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും അറിവ് വേണ്ടേ? ചുരുക്കത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിനെ ഇതുവരെ വന്ദേമാതരത്തിന്റെ ആദ്യത്തെ 2 വരിയെങ്കിലും പാടാമായിരുന്നേ. ഇനിയിപ്പോൾ അതും പറ്റത്തില്ലല്ലോ. അതായത് പാടുവാണെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും പാടണം. മുഴുവനായിട്ടും പാടാൻ ഇവരെ കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ പാടാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവരുടെ മുന്നിലുള്ള ഏക പോംവഴി. എന്തായാലും വന്ദേമാതരം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതേ കുറ്റകരമാണെന്ന് മനസ്സിലായതുകൊണ്ടാണെന്ന് തോന്നുന്നത്. അതായത് ഇവർ പറഞ്ഞത് അവിടെ തടസ്സപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചതല്ല, കുറേ നേരം നിൽക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് കാലുവേദനയാണ്, മുട്ടുവേദനയാണ്, അതുകൊണ്ട് 2 കസേര കിട്ടുമോ എന്ന് ചോദിച്ചതാണെന്നാണ്, അങ്ങനെ കണ്ടോ പറഞ്ഞെന്നാണ് പറയപ്പെടുന്നത്. എനിക്കറിയത്തില്ല കേട്ടോ, അങ്ങനെ പറഞ്ഞെന്നൊക്കെ അവിടെ ഇവിടെ കേൾക്കുന്നുണ്ട്, ശരിയാണോ എന്ന് അറിയത്തില്ല. എനിക്കോ കാലിന് മുട്ടുവേദനയാണേ, അതുകൊണ്ട് എനിക്ക് ഇരിക്കണേ, 2 കസേര തരുമോ എന്നാണ് ആംഗ്യം കാണിച്ചെന്നാണ് പറഞ്ഞെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നമുക്കിതൊന്നും അറിയത്തില്ലേ.